സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 24 തിങ്കൾ. നീതി നിഷേധത്തിന്റെ പാലത്തായി മോഡൽ. പാലത്തായി പീഡനക്കേസിലെ പ്രതി കുനിയിൽ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി വിധി. സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നുവാങ്ങിയ തോൽവിയാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു ബാലിക അറിവ് പകർന്നു നൽകേണ്ട അധ്യാപകനാൽ സ്കൂളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കേസായിട്ടും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നു. ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയതിന് പിന്നിൽ ഒറ്റ കാരണമേയുള്ളൂ. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ അലംഭാവമാണത്. ഈ അലംഭാവം ഇരയോടുള്ള അനീതി മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. തുടക്കം മുതൽ വൻ ജനരോക്ഷവും വിവാദവും ഉയർത്തിയ കേസിനെ പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്ത രീതിയും ദുരൂഹമാണ്. നേരത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായി വാദിച്ച കേസാണിത്. ഇത്രയും ഗൗരവമേറിയ ഒരു കേസിനെ അങ്ങേയറ്റം ലാഘവത്തോടെയാണ് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തത്. കേസ് നടത്തിപ്പിനായി പരിചയസമ്പന്നരായ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസ് പാടെ അവഗണിക്കുകയായിരുന്നു. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതു മുതൽ സർക്കാർ അഭിഭാഷകർ സ്വീകരിച്ച മൃദു സമീപനവും നിസ്സംഗതയുമാണ് നീതി നിഷേധത്തിന്റെ വഴി തുറന്നത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് DGP ഫലപ്രദമായ ഒരു ഇടപെടലും നടത്തിയില്ലെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഗവൺമെന്റ് പ്ലീഡറുടെ നടപടികളിൽ ഇരയുടെ കുടുംബം തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ നിസ്സംഗതയും അലംഭാവവും പ്രതിയെ സഹായിക്കാനാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. പ്രതിയുടെ അപ്പീലും ഇരയുടെ നിയമസഹായ അവകാശവും സംബന്ധിച്ച് പാനൂർ സ്റ്റേഷനിലെ വനിതാ ഓഫീസർ മഫ്തിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാവിനെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവ് പാലിക്കാതെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാദമായതോടെ ഇരയുടെ മാതാവിനെ കാണാൻ പാനൂർ സ്റ്റേഷനിലെ വനിതാ ഓഫീസർ എത്തി. കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ നേരിട്ടെത്തി ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് സൂരജ് എരഞ്ഞിക്കലിനെ നിയമിക്കുകയുമുണ്ടായി. കുട്ടി പീഡിപ്പിക്കപ്പെട്ട ശുചിമുറി, സമയം, മുൻമൊഴികളിലെ വൈരുദ്ധ്യം എന്നിവയെല്ലാം വിചാരണ കോടതിയിലും പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ആദ്യം ജൂണിൽ പരിഗണിച്ച കേസ് ഒക്ടോബറിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കേസ് ഉടൻ എടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അഭിഭാഷക നൽകിയതാകട്ടെ ദുർബലമായ ഒരു ഒബ്ജക്ഷൻ റിപ്പോർട്ടും. തലശ്ശേരി പോക്സോ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച അതേ വാദങ്ങളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും ആവർത്തിച്ചത്. എന്നിട്ടും 100-ലേറെ പേജുള്ള ഇരയുടെ മൊഴി ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷന് ദയനീയമായി പരാജയപ്പെട്ടു. പാലത്തായി കേസിന്റെ തുടക്കം മുതൽ അട്ടിമറി ശ്രമങ്ങളുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് നടത്തിപ്പിലെ വീഴ്ചയെ തുടർന്ന് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. ഇതിലും വീഴ്ചകളുണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥനായ S. ശ്രീജിത്തിനെതിരെ ആരോപണമുയർന്നു. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ S. ശ്രീജിത്ത് പോക്സോ വകുപ്പുകൾ ഒഴിവാക്കിയുള്ള ഭാഗിക കുറ്റപത്രമായിരുന്നു ആദ്യം സമർപ്പിച്ചത്. അന്വേഷണം നടക്കുന്നതിനിടെ ശ്രീജിത്ത് പൊതുപ്രവർത്തകനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇരയായ കുട്ടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും പ്രതിയെ ന്യായീകരിക്കുന്ന രീതിയിലുമായിരുന്നു ആ സംഭാഷണമെന്നും ആരോപണമുയർത്തുന്നു. ഇരയെ അപമാനിക്കുന്നതിനും കേസ് അട്ടിമറിക്കുന്നതിനും തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകി. കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി S. ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഉത്തരവിട്ടു. ഇത്തരം മനഃപൂർവ്വം വീഴ്ചകളുടെ ഒടുവിലത്തെ ഫലമാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്ന ജാമ്യം. പീഡന കേസുകളിൽ വധശിക്ഷയ്ക്കും ജീവിതാന്ത്യം വരെ തടവിനും ജീവപര്യന്തത്തിനും ശിക്ഷിക്കപ്പെട്ട എത്രയോ പേർ കേരളത്തിലെ ജയിലുകളിലുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് BJP നേതാവ് പത്മരാജൻ. ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവരുടെ ജാമ്യ ഹർജിയിൽ കാണാത്ത എന്ത് താല്പര്യമാണ് BJP നേതാവിനുള്ളതെന്ന ചോദ്യത്തിനും സർക്കാരും പ്രോസിക്യൂഷനും മറുപടി പറഞ്ഞേ മതിയാകൂ. പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിനും നീതിക്കായി പോരാടുന്ന കുടുംബത്തിനുമൊപ്പം നിൽക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുന്ന കാഴ്ച ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. നിയമവ്യവസ്ഥയിലുള്ള സാധാരണക്കാരന്റെ വിശ്വാസം തകർക്കുന്നതാണ് ഇത്തരം വീഴ്ചകൾ. ഇനിയെങ്കിലും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര അനാസ്ഥ തിരുത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാകണം. സുപ്രീം കോടതിയെ സമീപിച്ച് ഈ വിധിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്താനും ഇരയ്ക്ക് നീതി ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടുകയും വേണം. കേരളത്തിൽ ഇരു മുന്നണികളുടെ ഭരണകാലത്തും കേസിൽ BJP നേതാവിന് അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടായി എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണം മാറിയിട്ടും സർക്കാർ നയങ്ങളിൽ പ്രതിക്കുള്ള മാറ്റമില്ലാത്ത പിന്തുണ ഉടൻ തിരുത്തേണ്ടിയിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.